സർക്കാരിന് പട്ടയം കൊടുക്കാൻ കഴിയില്ല. സർക്കാർ പട്ടയം കൊടുത്തിട്ടുമില്ല. വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ടാണ്. വ്യാജ പട്ടയം 64-ലെ 71-ലെ 91-ലേക്ക് വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ട് സർക്കാർ സ്ഥലം കയ്യേറുകയാണ്. 100 കണക്കിന് ഏക്കർ കയ്യേറുകയാണ്. പാറ ഉള്ള സ്ഥലത്ത് പട്ടയം കൊടുക്കാൻ പറ്റില്ല. പട്ടയമില്ല, വ്യാജ പട്ടയമാണ്. ഇത് വ്യാജ പട്ടയം ഉണ്ടാക്കി ഇവർ കയ്യേറ്റം നടത്തുന്നു എന്ന് വില്ലേജ് ഓഫീസറും താലൂക്ക് സർവേയറും എല്ലാവരും നിരന്തരമായി റിപ്പോർട്ട് കൊടുത്തിട്ടും ഒരു നടപടി സ്വീകരിച്ചില്ല. സാർ, ഇപ്പൊ സ്വീകരിച്ച നടപടി എന്താ? ഇപ്പൊ വലിയ വിവാദമായപ്പോൾ അവിടെ കൊണ്ടുപോയി ബോർഡ് വെച്ചു, ഇത് സർക്കാർ ഭൂമിയാണ് എന്ന്. പഴയ പരിപാടിയാണ് അവിടുത്തെ. അത് നമ്മൾ ഇങ്ങോട്ട് പോന്നു കഴിയുമ്പോൾ ഈ കയ്യേറ്റക്കാർ തന്നെ അതെടുത്ത് തോട്ടിൽ എറിയും, ഈ സർക്കാർ ഭൂമിയാണെന്നുള്ള ബോർഡ്. സാർ, ഭൂസംരക്ഷണ നിയമപ്രകാരം ഇത്രമാത്രം വ്യാജ പട്ടയമുണ്ടാക്കി 100 കണക്കിന് ഏക്കർ ഭൂമി കയ്യേറിയ ആൾക്കെതിരായിട്ട് ഒരു കേസ് എടുത്തിട്ടില്ല. ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുത്തിട്ടില്ല. ഇത്രയും പരാതികളുള്ള ഈ കേസിൽ എടുത്തിട്ടില്ല. സാർ, ഇത് തീർച്ചയായും ഒന്ന് ശ്രദ്ധപ്പെടുത്താനാണ്. അങ്ങ് കൃത്യമായിട്ടാണ് പോകുന്നത്. KLC ആക്ട് അനുസരിച്ച് നടപടി എടുക്കണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുടെ ഭാഗമുണ്ടല്ലോ. അതിലെ ബി ഫോം നമ്മൾ 3 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് ഹിയറിംഗ് നടത്തണം. ഹിയറിംഗ് നടത്തി ഫോം ബിയും ഫോം സിയും കൊടുക്കണം. അതനുസരിച്ച് നടപടിക്രമങ്ങൾ പറ്റുള്ളൂ. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ KLC ആക്ടിന്റെ ഒരു പ്രത്യേകത പെടുത്തി. സർ, ഞാൻ പറഞ്ഞത് ശരി. ഇത് 2022 മുതൽ റവന്യൂ വകുപ്പിന് അറിയാം ഇത് വ്യാജ പട്ടയം ഉണ്ടാക്കി കയ്യേറ്റം നടന്ന സ്ഥലമാണെന്ന്. 2025 ഭൂസംരക്ഷണ നിയമപ്രകാരം ഒരു കേസ് പോലും ഈ കയ്യേറ്റക്കാർക്കെതിരെ എടുത്തിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ എടുത്തിട്ടില്ല. സാർ, ചൊക്രമുടിയിൽ 2 മേഖലയിൽ കയ്യേറ്റമുണ്ട്. ഒരു മേഖലയിൽ അങ്ങ് പറഞ്ഞതുപോലെ 13.79 ഏക്കർ ഭൂമിയുടെ പട്ടയം റദ്ദ് ചെയ്തു. ഞാനതിനെ സ്വാഗതം ചെയ്തു. പക്ഷെ ആരാണ് സാർ കയ്യേറിയത്? ഞാൻ ആരുടെ പേര് പറയുന്നില്ല, കാരണം ഇടുക്കി ജില്ലയിലെ കയ്യേറ്റത്തിന്റെ പേര് പറഞ്ഞാൽ വലിയ വിവാദവും. ആരുടെ പേര് ഞാൻ പറയില്ല. ഞാൻ ഇന്ന് രാവിലെ തീരുമാനിച്ചതാണ്, ഒരാളുടെ പേര് പറയില്ല. വന്നിട്ട് സൂചന ആരാണെങ്കിൽ ഇത് മദ്രാസിലുള്ള ഒരു കയ്യേറ്റക്കാരനാണ്. സാർ, കൊട്ടക്കാമ്പൂരിൽ ഇയാൾ 344.5 ഏക്കർ കയ്യേറിയെന്ന് തഹസിൽദാരും സബ് കളക്ടറും അടക്കമുള്ള ആളുകൾ നിരവധി റിപ്പോർട്ടുകൾ കൊടുത്തിട്ട് അയാൾക്കെതിരായിട്ട് ഒരു നടപടി സ്വീകരിച്ചില്ല. അയാളത് മറച്ചുവിറ്റു പലർക്കും. 344 ഏക്കർ കൊട്ടക്കാമ്പൂരിൽ. അത് കഴിഞ്ഞപ്പോൾ അയാൾ നേരെ വന്ന് ചൊക്രമുടിയിൽ ഭൂമി കയ്യേറി. സാർ, ആ ഭൂമി കയ്യേറിയപ്പോൾ ആരോപണം ഉന്നയിച്ചു, സർക്കാരിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു. ഇവിടെ CP അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? ചിന്നക്കനാൽ, വട്ടവട, കാന്തല്ലൂർ, മാങ്കുളം, വാഗമൺ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമാഫിയ കയ്യേറിയിട്ടുണ്ട് എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. സാർ, അദ്ദേഹം പറഞ്ഞിരുന്നത് വരയാടുകൾ മേഞ്ഞു നടക്കുന്ന, കാട്ടാനകൾ വിരുന്നു വരുന്ന അപൂർവ ഇനം ഔഷധ ഗുണങ്ങളുള്ള സസ്യജാലങ്ങളുള്ള ചൊക്രമുടി ഇടുക്കിയുടെ ഐശ്വര്യമാണ്. സാർ, അതിവിദഗ്ധമായ ഗൂഢാലോചനയാണ് ഈ കയ്യേറ്റത്തിന്റെ പുറകിൽ നടന്നത്. അതിന് നേതൃത്വം നൽകിയതാവട്ടെ ഇടുക്കിയിലെ ഒരു ഉയർന്ന റവന്യൂ ഉദ്യോഗസ്ഥൻ. അങ്ങയുടെ കയ്യിൽ കിട്ടിയൊരു അപേക്ഷ അങ്ങ് പരിശോധിക്കാൻ വേണ്ടി, ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്തില്ല, പരിശോധിക്കാൻ വേണ്ടി ആരുടെ കയ്യിൽ അപേക്ഷ? ആ അപേക്ഷ ഇടുക്കി കളക്ടറേറ്റിൽ എത്തിയപ്പോൾ ഈ ഉദ്യോഗസ്ഥർ അത് ഏറ്റുവാങ്ങി അവിടെ പോയി ഇത് റെഗുലറൈസ് ചെയ്ത് കൊടുത്തു.